ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന സബ്ജക്റ്റിൽ ജസ്റ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗം, അതായത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നുള്ള ഭാഗമാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ്, രണ്ട് വാക്കുകളുടെ കോമ്പിനേഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ബോത്ത് കോർപ്പറേഷൻ ആൻഡ് ഗവേണൻസ്, കോർപ്പറേറ്റ് അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന വാക്കിൻ്റെയും ഗവേണൻസ് എന്ന വാക്കിൻ്റെയും ഒരു കോമ്പിനേഷനെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി വിത്ത് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അതായത് ഓണേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ നിയമപരമായ ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ കോർപ്പറേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി വിച്ച് ഈസ് സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. ഓണേഴ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ കോർപ്പറേഷൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ കമ്പനി എന്ന് നമുക്ക് പറയാം. കോർപ്പറേഷൻസിന് അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് പറഞ്ഞു? കോർപ്പറേഷൻസ് എൻജോയ് മോസ്റ്റ് ഓഫ് ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ പൊസസ്സസ്. ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ഒരു കോർപ്പറേഷനും എൻജോയ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എ കോർപ്പറേഷൻ ഹാസ് the right to enter into contract, loan and borrow money, sue and can be sued, hire employees, own assets and pay taxes. അതായത് ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരു കോർപ്പറേഷനും എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് എന്തൊക്കെ ചെയ്യാം അവർക്ക്? കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള അവർക്ക് സ്യൂ ചെയ്യപ്പെടാം, സ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്, കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്, അവർക്കെതിരെ ഇങ്ങോട്ടും കേസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്യാം, അസറ്റ്സുകൾ ഓൺ ചെയ്യാം, ടാക്സസ് പേ ചെയ്യാനും, അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശമുണ്ട്. കടം വാങ്ങിക്കാനും കടം കൊടുക്കാനുമുള്ള ഒരു അവകാശവും ആർക്കുണ്ട്? ഒരു കോർപ്പറേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻസ് ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ഒരു കോർപ്പറേഷൻ പൊസസ് ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻസ് മസ്റ്റ് എൻജോയ് ആൾ ദ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ പൊസസസ് വിച്ച് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, ലോൺ ആൻഡ് ബോറോ മണി, സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ്, ഓൺ അസറ്റ്സ്, ഹയർ എംപ്ലോയീസ് ആൻഡ് പേ ടാക്സസ്. പ്രധാനപ്പെട്ട കോർപ്പറേഷൻസിന് ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ഒന്ന് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ ഉദാഹരണമാണ്. കൊക്കക്കോള കമ്പനി, ടൊയോട്ട മോട്ടോർ കോർപ്പറേഷൻ, ഇതൊക്കെ കോർപ്പറേഷൻസ് എന്നതിന് ഉദാഹരണങ്ങളാണ്. കൊക്കക്കോള കമ്പനി, മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ, ടൊയോട്ട മോട്ടോർ കമ്പനി എന്നിവയൊക്കെ പ്രധാനപ്പെട്ട കോർപ്പറേഷൻസിന് ഉദാഹരണമാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. ഗവേണൻസ് ഈസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ അഫയേഴ്സ് ഓഫ് എൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ ആക്ഷൻസിനെയോ അഫയേഴ്സിനെയോ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന മാനർ അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗവേണൻസ്. അല്ലെങ്കിൽ ഗവേണൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗവർണർ എന്ന ലാറ്റിൻ വേർഡിനാണ് വന്നത്. അതിൻ്റെ അർത്ഥം ടു റൂൾ ഓർ സ്റ്റീർ എന്നാണ് അർത്ഥം. റൂൾ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പിലാക്കുക, അല്ലെങ്കിൽ പവേഴ്സ് ആൻഡ് ആക്ഷൻസ്, ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കേണ്ട അതിൻ്റെ പവേഴ്സും ആക്ഷൻസിനെയാണ് നമ്മൾ ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഒരു നിയമപരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കമ്പനി എന്നൊക്കെ പറയാം. അത് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അത് പ്രവർത്തിക്കേണ്ട നിയമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പവേഴ്സും ആക്ഷൻസും നിർണ്ണയിക്കുന്നതിനെയാണ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ governance means the manner of directing and controlling the actions and affairs of an entity. ഒരു എൻറ്റിറ്റിയുടെ ആക്ഷൻസും അഫയേഴ്സും കൺട്രോൾ ഡയറക്റ്റ് ചെയ്യുന്ന മാനറിനെയാണ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു? ഒരു ഓർഗനൈസേഷണൽ എൻറ്റിറ്റിയാണ്. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സണെയാണ് നമ്മൾ കമ്പനി എന്ന് പറയാം. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. അതിൽ പേഴ്സൺസ് ഹു ഡയറക്റ്റ് ദ കൺട്രോൾ ഓഫ് എ കമ്പനി, ഒരു കമ്പനിയുടെ കൺട്രോൾ ഡയറക്റ്റ് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ നമ്മൾ ഡയറക്ടേഴ്സ് എന്ന് പറയും. ആ ഡയറക്ടേഴ്സിനെ എലക്ട് ചെയ്യുന്നത് ബോഡി ഓഫ് ഷെയർ ഹോൾഡേഴ്സാണ്. പിന്നെ ഓർഗനൈസേഷണൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരാം? ഓർഗനൈസേഷണൽ എൻറ്റിറ്റി എന്നുള്ളതിൽ സ്കൂളുകൾ വരാം, ചാരിറ്റബിൾ ക്ലബ്ബുകൾ വരാം, സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ് വരാം, ട്രസ്റ്റ് ആൻഡ് ഇൻകോർപ്പറേറ്റഡ് എൻറ്റിറ്റീസ് വരാം, യുണൈറ്റഡ് നാഷൻസ് വരാം, വേൾഡ് ബാങ്ക് വരാം, IMF വരാം, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളും ഉൾപ്പെടാം. അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഗവേണൻസ് ഓഫ് എ കോർപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു
കോർപ്പറേറ്റിനെയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെയോ കമ്പനിയെയോ നയിക്കപ്പെടുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസ് മീൻസ് ദ നാഷൻസ് സിസ്റ്റം ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെട്രിക്സ്. അതൊരു അളവുകോലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറ്റ് സ്ട്രക്ചേഴ്സ് ദ റിലേഷൻസ് എമംഗ് ദ ഓണേഴ്സ്, ബോർഡ്സ് ആൻഡ് ടോപ്പ് മാനേജേഴ്സ് ആൻഡ് ഡിറ്റർമിൻ ദ ഗോൾസ് പെർസ്യൂഡ് ബൈ ദ കോർപ്പറേഷൻ. ഒരു കോർപ്പറേഷൻ്റെ ഗോളുകൾ ഡിറ്റർമിൻ ചെയ്യുകയും ആ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനേജേഴ്സ്, ടോപ്പ് മാനേജേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ്, ബോർഡ് മെമ്പേഴ്സ് എന്നിവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ സ്ട്രക്ചർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെട്രിക്സിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നതെന്നാണ് ആര് പറഞ്ഞത്? വേൾഡ് ബാങ്ക് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ദ ഗവേണൻസ് ഓഫ് ആൻ ഓർഗനൈസേഷണൽ എൻറ്റിറ്റി എന്ന് പറയാം. ഒരു ഓർഗനൈസേഷണൽ എൻറ്റിറ്റിയുടെ ഗവേണൻസിനെ നമുക്ക് ചുരുക്കത്തിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ എൻറ്റിറ്റി എങ്ങനെ പ്രവർത്തിക്കണം, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ പവേഴ്സ്, ആക്ഷൻസ് എന്നിവയെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബേസിക് റൂളുകൾ ഡിറ്റർമിൻ ചെയ്യുകയും ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഓണേഴ്സിൻ്റെയും ഡിസയേഴ്സിനനുസരിച്ച് എങ്ങനെയാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യേണ്ടത്, അത് കണ്ടക്ട് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ലോക്കൽ കസ്റ്റംസും അടങ്ങിയിട്ടുള്ള ഒരു തിയറിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അത്തരത്തിലൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കമ്പനി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്താണെന്ന് പറഞ്ഞു. കോർപ്പറേഷൻ്റെയും ഗവേണൻസിൻ്റെയും കോമ്പിനേഷനാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു. കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്, കമ്പനി ലോ എന്നുള്ള സബ്ജക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന പേരിലാണ് അന്ന് ഉണ്ടായിരുന്നത്. കമ്പനി ലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയാം. ആ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിൽ നിങ്ങൾ കമ്പനിയുടെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടാവും. അതൊന്നുകൂടി നമുക്ക് പറയാം. അത് ഒന്നുകൂടി ഇതിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കമ്പനിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. കമ്പനിയുടെ പ്രത്യേകതകൾ പ്രധാനമായിട്ടും 6 ആക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, സെക്കൻഡ് വൺ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, തേർഡ് വൺ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഫോർത്ത് വൺ പെർപെച്വൽ സക്സഷൻ, ഫിഫ്ത്ത് വൺ കോമൺ സീൽ, സിക്സ്ത് വൺ ലിമിറ്റഡ് ലയബിലിറ്റി. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് പറയുന്നത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. ഇൻകോർപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് അസോസിയേഷൻ ആണെന്നാണ് പറയുന്നത്. എ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു കമ്പനി നിലവിൽ പ്രവർത്തിക്കാനുള്ള അവകാശമുള്ളൂ അല്ലെങ്കിൽ എക്സിസ്റ്റൻസ് ആകുന്നുള്ളൂ. അപ്പോൾ കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ 1956 കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട് ഡെവലപ്പ് ചെയ്തത്. പിന്നീട് അതിൽ പരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഭേദഗതി വരുത്തിയിട്ട് ഇപ്പോൾ 2013 പുതിയ കമ്പനീസ് ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്ന ടെക്സ്റ്റ്, അതായത് ബികോമിൻ്റെ കോർപ്പറേറ്റ് റെഗുലേഷൻ പുതുതായിട്ട് വരുന്ന ടെക്സ്റ്റിലൊക്കെ 2013 ആക്ടിനെ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 1956 കമ്പനീസ് ആക്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കമ്പനികൾ തുടങ്ങുന്നതിന് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് കമ്പനികളുടെ ലിമിറ്റ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ പ്രൈവറ്റ് കമ്പനികൾ തുടങ്ങുന്നതിനുള്ള മാക്സിമം ഷെയർ ക്യാപിറ്റൽ, അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അലോട്ട്മെൻറ്റ്, ഷെയറുകളുടെ അലോട്ട്മെൻറ്റ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ മണി, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെ പ്രോസ്പെക്ട്, അങ്ങനെയുള്ളതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് രൂപീകൃതമായതിനു ശേഷം അല്ലെങ്കിൽ 1956 കമ്പനീസ് ആക്ട് എക്സിസ്റ്റൻസ് ചെയ്ത പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ എന്ന് പറയുക. എ കമ്പനി ഹാസ് ടു ഫുൾഫിൽ ദ റിക്വയർമെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ ടു ബി ഡീംഡ് ആസ് എ ലീഗൽ അസോസിയേഷൻ. ഒരു നിയമപരമായ അസോസിയേഷൻ എന്ന രീതിയിൽ കമ്പനി എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ടേംസ് ഓഫ് ഡോക്യുമെൻറ്റ്സുകൾ ഫുൾഫിൽ ചെയ്യണം. അതൊക്കെ നമ്മൾ എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ പഠിക്കാനില്ല. അതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സാണ് കമ്പനിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. കമ്പനിയുടെ പവേഴ്സ്, ആക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇറ്റ് ഈസ് ദ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി എന്ന് പഠിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മാഗ്ന കാർട്ടയാണ് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൈമറി ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നിർബന്ധമായിട്ടും പ്രിപ്പയർ ചെയ്യേണ്ട കമ്പനിയുടെ പവേഴ്സും അതുപോലെ തന്നെ ആക്ഷൻസും ഡിറ്റർമിൻ ചെയ്യുന്ന കമ്പനിയുടെ അധികാര പരിധി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനെ നമ്മൾ മാഗ്ന കാർട്ട അല്ലെങ്കിൽ ഭരണഘടന എന്ന് പറയാറുണ്ട്. കമ്പനിയുടെ ഭരണഘടന എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ട് 5 ക്ലോസുകളുണ്ട്. നെയിം ക്ലോസ്, പേര്; ഒബ്ജക്റ്റ് ക്ലോസ്, ലക്ഷ്യം, കമ്പനിയുടെ ലക്ഷ്യം; അതുപോലെ തന്നെ ലയബിലിറ്റി, കമ്പനിയുടെ ബാധ്യത; കമ്പനിയുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം;
അതുപോലെ തന്നെ അസോസിയേഷൻ ക്ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാനില്ല, അതെല്ലാം ഡിഗ്രിക്ക് പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭാഗമൊക്കെ നിങ്ങൾക്ക് ധാരണ ഉണ്ടാകണം, അല്ലെങ്കിൽ അത് ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മെമ്മോറാണ്ടം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ച് ചോദിക്കില്ല, കാരണം അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും അത് നമ്മൾ അണ്ടർസ്റ്റാൻഡായിട്ട് മനസ്സിലാക്കുക, അതായത് നമ്മൾ അണ്ടർസ്റ്റുഡാണ് ഈ പറഞ്ഞ കാര്യത്തിൽ. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ആ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അണ്ടർസ്റ്റുഡാണ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കമ്പനിയുടെ സെക്കൻഡറി ഡോക്യുമെൻ്റാണ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഷോസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. പിന്നെ അതുകൂടാതെ നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന മറ്റൊരു ഇതും, ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിംഗ് ദ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പബ്ലിക് കമ്പനികൾക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഇനി പ്രൈവറ്റ് കമ്പനികളെ സംബന്ധിച്ച് പ്രോസ്പെക്ടസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല, പ്രോസ്പെക്ടസ് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ടേംസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ടേംസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൂൾസ്, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ റൂൾസ്, അതുപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ, കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ, അത് ക്യാപിറ്റൽ ക്ലോസിൽ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഡീം ചെയ്തിട്ടുള്ള ഒരു ലീഗൽ അസോസിയേഷൻ ആയിരിക്കും ഒരു കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി എന്നുള്ളത് 1956 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അസോസിയേഷനെയാണ്, ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷനിലെ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനാണ് കമ്പനി എന്ന് പറയാം. ആ കമ്പനി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പനി ഫോം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും സെർട്ടൻ ഡോക്യുമെൻസുകൾ ആവശ്യമുണ്ട്. ആ ഡോക്യുമെൻസാണ് കമ്പനിയുടെ പ്രിമാ ഫേസിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൂൾസ്, ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ റൂൾസ്, ഷെയർ ക്യാപിറ്റൽ ടു ബി ഡീംഡ് ടു ബി ആസ് ദ ലീഗൽ അസോസിയേഷൻ. ഇനി രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇൻ ദ ഐസ് ഓഫ് ദ ലോ എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ വിച്ച് ഹാസ് ദ റൈറ്റ്സ് ടു അക്വയർ ഓർ ഡിസ്പോസ് എനി പ്രോപ്പർട്ടി, to enter into contracts or in its own name and to sue and can be sued by others. നിയമത്തിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ നിയമപ്രകാരം കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു നിയമപരമായ ഒരു വ്യക്തിയുടെ എല്ലാ അവകാശങ്ങളും ഒരു കമ്പനിക്കുണ്ട്. ഒരു ഇൻഡിവിജ്വൽ പൊസസ് ചെയ്യുന്ന എല്ലാവിധ അവകാശങ്ങളും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം പേരിൽ ഒരു കമ്പനി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ പേരിലായിരിക്കും ഒരു കമ്പനി എന്നുള്ള ഫോം ചെയ്യുക. അതൊക്കെ കമ്പനിയുടെ നെയിം ക്ലോസ് പഠിക്കുന്ന സമയത്ത്, മെമ്മോറാണ്ടത്തിൻ്റെ നെയിം ക്ലോസ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും. നെയിം ക്ലോസിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഓൺ നെയിം എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പകരം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് യോജിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയുടെ പേരിന് പകരം ഒരു ഗ്രൂപ്പ് നെയിമായിരിക്കും ഒരു കമ്പനിയിൽ ഫോം ചെയ്യുക. അപ്പോൾ J&J കമ്പനി, ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി, എങ്ങനെയൊക്കെ അത് കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ എങ്ങനെയാ വെച്ചാൽ ഗ്രൂപ്പ് നെയിമാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ലൈക്ക് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു ലീഗൽ പേഴ്സണാണ്. ഒരു പേഴ്സൻ്റെ എല്ലാ വിധത്തിലുള്ള റൈറ്റ്സും റെസ്പോൺസിബിലിറ്റീസും എന്തിനുണ്ട്? ഒരു കമ്പനിക്കുണ്ട്. ടു അക്വയർ ഓർ ഡിസ്പോസ് എനി പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി നേടിയെടുക്കാൻ, ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാനും ഒരു അസറ്റ് വിൽക്കുന്നതിനും, അതുപോലെ തന്നെ ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇൻ ഇറ്റ്സ് ഓൺ നെയിം, കമ്പനിയുടെ സ്വന്തം പേരിൽ ഒരു ബിസിനസ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനും. ആൻഡ് ടു സ്യൂ ആൻഡ് ക്യാൻ ബി സ്യൂഡ് ബൈ അതേഴ്സ്. അതുപോലെ തന്നെ സ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കേസ് ഫയൽ ചെയ്യാൻ. കമ്പനിക്ക് അതായത് ഷെയർ ഹോൾഡേഴ്സുമായിട്ടോ പാർട്ട്ണർമാരായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൊതുജനങ്ങളുമായിട്ടൊക്കെ പബ്ലിക്സുമായിട്ടൊക്കെ കേസ് സ്യൂ ചെയ്യാനുള്ള അവകാശമുണ്ട്. ആൻഡ് സ്യൂഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്നും കേസ് ഇങ്ങോട്ട് വരാനും സ്യൂ ചെയ്യപ്പെടാനും ഉള്ള ഒരു പോസിബിലിറ്റി ഒരു കമ്പനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. മൂന്നാമത്തത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നോക്കാം. എ കമ്പനി ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓർ പീപ്പിൾ കൺട്രോളിംഗ് ഇറ്റ്. എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മീൻസ് ദാറ്റ് ഓൺലി ദ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു റീപേ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഗെറ്റ് സ്യൂഡ് ഫോർ ഇറ്റ്സ് ഡീഡ്സ്. The individual members cannot be used for actions performed by the company. Similarly, the company is not liable to pay personal debts of the members. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാവിധത്തിലുള്ള റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ കമ്പനി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അവരിൽ നിന്നും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു
എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അസോസിയേഷനാണ്. ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഓരോ മെമ്പേഴ്സിൽ നിന്നും അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓർ പീപ്പിൾ കൺട്രോളിങ് ഇറ്റ്, കൺട്രോൾ ചെയ്യപ്പെടുന്ന പീപ്പിൾസിൽ നിന്നും അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പറയാൻ കാരണം ഇൻഡിവിജ്വൽസിൻ്റെ അവകാശങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഒരു കമ്പനിക്ക് പതിപ്പിച്ച് നൽകുമ്പോൾ തന്നെ കമ്പനിക്ക് എന്തുണ്ട്, ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ഒരു കമ്പനി എന്നുള്ളത് സ്വതന്ത്ര അധികാരമുള്ള ഒരു അസോസിയേഷൻ കൂടിയാണ്. എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മീൻസ് ദാറ്റ് ഓൺലി ദ കമ്പനി ഈസ് റെസ്പോൺസിബിൾ ടു റീപേ ക്രെഡിറ്റേഴ്സ് ആൻഡ് ഗെറ്റ് സ്യൂഡ് ഫോർ ഇറ്റ്സ് ഡീഡ്സ്. കമ്പനിയാണ് അതിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് കൊടുത്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അല്ലാതെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും, കമ്പനിയിലുള്ള ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും ക്രെഡിറ്റേഴ്സിൻ്റെ എമൗണ്ട് റീപേ ചെയ്യാൻ റെസ്പോൺസിബിൾ അല്ല. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്പനി ടു റീപേ ദ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് റീപേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി കമ്പനിക്കാണ് വന്നു ചേരുന്നത്. ആൻഡ് ഗെറ്റ് സ്യൂഡ് ഫോർ ഇറ്റ്സ് ഡീഡ്സ്. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാത്ത പണം കൊടുക്കാതെ വരുന്ന സമയത്ത് അവരിൽ നിന്നും സ്യൂ ചെയ്യപ്പെടുമ്പോൾ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന് ആയിട്ടല്ല സ്യൂ ചെയ്യുക, പകരം കമ്പനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും അവർ സ്യൂ ചെയ്യുക. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പനി. കമ്പനി പെർഫോം ചെയ്യുന്ന ആക്ഷൻസിന് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് യൂസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ കനോട്ട് ബി സ്യൂഡ്, യൂസർ അല്ല സ്യൂഡ്, കനോട്ട് ബി സ്യൂഡ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് കനോട്ട് ബി സ്യൂഡ് എന്നാണ്, യൂസർ എന്നല്ല, SUED ആണ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് കനോട്ട് ബി സ്യൂഡ് ഫോർ ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പനി. കമ്പനി പെർഫോം ചെയ്യുന്ന ആക്ഷൻസിന് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ പേരിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്യൂ ചെയ്യപ്പെടാനോ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനോ പറ്റില്ല. കാരണം ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സ് കൂടി ചേർന്നിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റഡ് മെമ്പേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ എൻറ്റിറ്റിയാണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പനിയിലോ കോർപ്പറേഷൻസിലോ പ്രവർത്തിക്കുന്ന ഓരോ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിൻ്റെയും പൊതുവായ പ്രവർത്തനത്തിൻ്റെ ഏകോപനമാണ് കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനായിക്കോട്ടെ, കമ്പനിയുടെ കേസുകൾക്കായിക്കോട്ടെ, എല്ലാം ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽസും ഈക്വലി റെസ്പോൺസിബിൾ ആയിട്ട് അവിടെ മാറും. അതുകൊണ്ട് തന്നെ ഓരോ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിനും എന്ത് വരുന്നില്ല, സ്യൂ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നില്ല. കനോട്ട് ബി സ്യൂഡ്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് കനോട്ട് ബി സ്യൂഡ് ഫോർ ആക്ഷൻസ് പെർഫോംഡ് ബൈ ദ കമ്പനി. കമ്പനി പെർഫോം ചെയ്യുന്ന ആക്ഷൻസിന് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് സ്യൂ ചെയ്യപ്പെടുന്നില്ല. അടുത്തത്, സിമിലർലി ദ കമ്പനി ഈസ് നോട്ട് ലയബിൾ ടു പേ പേഴ്സണൽ ഡെപ്റ്റ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അതേപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ഡെപ്റ്റുകൾക്ക്, വ്യക്തിപരമായ ഡെപ്റ്റുകൾക്ക് കമ്പനി റെസ്പോൺസിബിൾ അല്ല. കാരണം കമ്പനി എന്നുള്ളത് ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ് ആയത് കാരണം തന്നെ ആ ഒരു പർട്ടിക്കുലർ മെമ്പർ വരുത്തുന്ന തൻ്റേതായിട്ടുള്ള ഡെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ വരുത്തി വയ്ക്കുന്ന കടത്തിന് ഒരു കമ്പനി ഒരിക്കലും റെസ്പോൺസിബിളായിട്ട് മാറില്ല. കമ്പനിയുടെ പൊതുവായ കടത്തിന് മാത്രമാണ് കമ്പനി റെസ്പോൺസിബിളായിട്ട് മാറുള്ളൂ. ഇൻഡിവിജ്വൽ ഡെപ്റ്റുകൾക്ക് ഒരിക്കലും കമ്പനി എന്നുള്ളത് റെസ്പോൺസിബിൾ അല്ല. സോ കമ്പനി ഈസ് നോട്ട് ലയബിൾ ടു പേ ദ പേഴ്സണൽ ഡെപ്റ്റ്. വ്യക്തിപരമായി വരുത്തുന്ന ഡെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ പേഴ്സണൽ ഡെപ്റ്റുകൾക്ക് അല്ലെങ്കിൽ മെമ്പർമാർ വരുത്തുന്ന വ്യക്തിപരമായ ഡെപ്റ്റുകൾക്ക് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻസ് ആർ നോട്ട് ലയബിൾ അല്ല. അതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയാൻ കാരണം. കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ഇൻഡിവിജ്വൽസിൻ്റെ എല്ലാ അവകാശങ്ങളും റൈറ്റ്സുകളും റെസ്പോൺസിബിലിറ്റീസും പൊസസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. അടുത്ത നാലാമത്തത് പെർപെച്വൽ സക്സഷൻ. എന്താണ് പെർപെച്വൽ സക്സഷൻ എന്ന് നോക്കാം. അൺലൈക്ക് അതർ നോൺ രജിസ്റ്റേർഡ് ബിസിനസ് എൻറ്റിറ്റീസ്, എ കമ്പനി ഈസ് എ സ്റ്റേബിൾ ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ്സ് ലൈഫ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ലൈഫ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ ബട്ട് ദ കമ്പനി ഗോസ് ഓൺ ഫോർ എവർ. അതായത് അൺലൈക്ക് അതർ നോൺ രജിസ്റ്റേർഡ് ബിസിനസ് എൻറ്റിറ്റീസ്, മറ്റ് നോൺ രജിസ്റ്റേർഡ് ബിസിനസ് എൻറ്റിറ്റികളെ പോലെ കമ്പനി ഈസ് എ സ്റ്റേബിൾ ബിസിനസ് ഓർഗനൈസേഷൻ. കമ്പനി എന്നുള്ളത് ഒരു സ്റ്റേബിൾ ബിസിനസ് ഓർഗനൈസേഷൻ. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടാണ്. കമ്പനി എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്ക് വേണ്ടി, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ദീർഘകാല പ്രവർത്തനത്തിന് വേണ്ടി തുടങ്ങുന്ന ഒന്നായിരിക്കും കമ്പനി എന്നുള്ളത്. അതുകൊണ്ട് ലിമിറ്റഡ് ലയബിലിറ്റി ആവുന്നതിൻ്റെ കാരണം അതാണ്. കമ്പനിക്ക് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. കാരണം ഓരോ പർട്ടിക്കുലർ മെമ്പർമാർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലിൻ്റെ അളവ് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും.
നേരെ മറിച്ച് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഏകാംഗ വ്യാപാരമാവുന്ന സമയത്ത് ലയബിലിറ്റി എന്നുള്ളത് കൂടും. കാരണം ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ വ്യക്തി മാത്രമാണ് ബിസിനസ് ഓൺ ചെയ്യുന്നതും ബിസിനസ്സിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും വഹിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും ആണ് ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഉള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത്. 5 തരത്തിലുള്ള ബിസിനസ്സാണല്ലോ ഉള്ളത്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, അതുപോലെ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി, പിന്നെ അതുപോലെ പാർട്ട്ണർഷിപ്പ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരത്തിനാണ് ഏറ്റവും കൂടുതൽ ലയബിലിറ്റി ഉണ്ടാവുക. ഇവിടെ കമ്പനിയെ സംബന്ധിച്ച് ദീർഘകാലത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ മറ്റ് നോൺ രജിസ്റ്റേർഡ് ബിസിനസ് എൻറ്റിറ്റികളെ പോലെ ഇതൊരു സ്റ്റേബിൾ ബിസിനസ് ഓർഗനൈസേഷനാണ്. ഇറ്റ്സ് ലൈഫ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ലൈഫ് ഓഫ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്, ഡയറക്ടേഴ്സ് ഓർ എംപ്ലോയീസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ഡയറക്ടേഴ്സിൻ്റെയോ എംപ്ലോയീസിൻ്റെയോ ലൈഫിനനുസരിച്ചല്ല ഒരു കമ്പനിയുടെ ലൈഫ് എന്നുള്ളത്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ അവർ ആ സ്ഥാനത്ത് നിന്നും, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കാലാവധി പറഞ്ഞാൽ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഒരു പരിധി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഷെയർ പിൻവലിച്ചിട്ട് അവർ സ്ഥാപനത്തിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് കാലാവധി കഴിഞ്ഞാൽ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പോകും. അതുപോലെ തന്നെ എംപ്ലോയീസ് സ്വാഭാവികമായിട്ടും ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ട്രാൻസ്ഫറോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെയോ ഡയറക്ടേഴ്സിൻ്റെയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ലൈഫും കമ്പനിയുടെ ലൈഫുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഡിപ്പെൻഡൻസിയും ഇല്ല. മെമ്പേഴ്സ് വരികയോ പോവുകയോ ചെയ്യും, പക്ഷേ കമ്പനി എന്നുള്ളത് അവിടെ ദീർഘകാലം നിലനിൽക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെന്ത് പറയുന്നത്, പെർപെച്വൽ സക്സഷൻ അല്ലെങ്കിൽ എന്നെന്നും നിലനിൽക്കുന്ന ക്രമം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പെർപെച്വൽ സക്സഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്നെന്നും നിലനിൽക്കുന്ന ഒരു ക്രമം, സ്ഥിരമായ ഒരു ക്രമം അല്ലെങ്കിൽ ചിട്ടയായ ഒരു സംവിധാനം ഒരു കമ്പനിക്കുണ്ട് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മെമ്പേഴ്സ് മേ കം ആൻഡ് ഗോ, മെമ്പേഴ്സ് വരികയും പോവുകയും ചെയ്യും, ബട്ട് ദ കമ്പനി ഗോസ് ഓൺ ഫോർ എവർ. അടുത്തത് കോമൺ സീൽ. എ കമ്പനി ബീയിങ് an artificial legal person uses its common seal as a substitute for its signature. Any document bearing the common seal of the company will be legally binding on the company. കമ്പനി എന്നുള്ളത് ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണെങ്കിൽ പോലും യൂസസ് ഇറ്റ്സ് കോമൺ സീൽ ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇറ്റ്സ് സിഗ്നേച്ചർ. അത് സിഗ്നേച്ചറിന് പകരം സ്വന്തമായിട്ടുള്ള ഒരു സീൽ അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കോമൺ സീൽ അല്ലെങ്കിൽ പൊതുവായ സീല് ഒരു കമ്പനിക്ക് ഉണ്ടായിരിക്കും. എനി ഡോക്യുമെൻറ്റ് ബയറിംഗ് ദ കോമൺ സീൽ ഓഫ് ദ കമ്പനി, കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഡോക്യുമെൻറ്റിലും കമ്പനിയുടെ കോമൺ സീൽ എന്നത് നിർബന്ധമായിട്ടും ബയർ ചെയ്യണം അല്ലെങ്കിൽ പതിപ്പിച്ചിരിക്കണം. വിൽ ബി ലീഗലി ബൈൻഡിങ് ഓൺ ദ കമ്പനി. കമ്പനി നിയമപരമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട കെട്ടുറപ്പുള്ള ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടനയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കോമൺ സീൽ എന്നുള്ളത് ഒരു കമ്പനി നിർബന്ധമായിട്ടും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് കോമൺ സീൽ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിയമപരമായ ഒരു കോമൺ സീൽ എന്നുള്ളത് ലീഗലി ബൈൻഡിങ് കോമൺ സീൽ ഈസ് നെസസറി ഫോർ എവറി ഡോക്യുമെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ ഡോക്യുമെൻറ്റുകളിലും ലീഗലി ബൈൻഡിങ് ചെയ്യപ്പെട്ട ഒരു കോമൺ സീൽ എന്നുള്ളത് അത്യാവശ്യമായ ഒരു സംവിധാനം ആണ്. ഇറ്റ് ഈസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സിഗ്നേച്ചർ. ഇനി അടുത്ത ലാസ്റ്റ് വൺ പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി. എ കമ്പനി മേ ബി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഓർ ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ദ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദെയർ ഷെയർസ്. ഇൻ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് limited to the amount they had agreed upon to the contribute to the assets of the company in the event of it being wound up. കമ്പനി എന്നുള്ളത് കമ്പനിയുടെ പ്രത്യേകത, ഇറ്റ് ഹാസ് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത ലിമിറ്റഡ് ആണ്. കമ്പനി രണ്ട് തരത്തിലുണ്ടാവാം, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ടാകാം, ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ടാകാം. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മുഖാന്തരം ലിമിറ്റഡ് ആണെങ്കിൽ ലയബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി എന്നുള്ളത് ഈസ് ലിമിറ്റഡ് ടു ദ അൺപെയ്ഡ് വാല്യൂ ഓഫ് ദെയർ ഷെയറിൻ്റെ അൺപെയ്ഡ് വാല്യൂവിന് ലിമിറ്റഡ് ആയിട്ട് മാറും. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണെങ്കിൽ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് they had agreed upon to contribute to the assets of the company in the event of it being wound up. കമ്പനി വൂണ്ട് ചെയ്യപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വൈൻഡ് ചെയ്യപ്പെടുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റ്സിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള എമൗണ്ടിന് ലിമിറ്റഡ് ആയിരിക്കും അവരുടെ ലയബിലിറ്റി എന്നുള്ളത്. ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ് ടു ദ എമൗണ്ട് ദേ ഹാഡ് എഗ്രീഡ് അപ്പോൺ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി അവർ എഗ്രി ചെയ്തിട്ടുള്ള എമൗണ്ടിന്
ലിമിറ്റഡ് ആയിരിക്കും അതിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 6 തരത്തിലുള്ള ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, പെർപെച്വൽ സക്സഷൻ, കോമൺ സീൽ, ലിമിറ്റഡ് ലയബിലിറ്റി. ഇനി കോർപ്പറേറ്റ് ഗവേണൻസിന് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയ ഡെഫിനിഷനും കൂടി പറഞ്ഞു തരാം. അതും കൂടി പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അക്കോർഡിംഗ് ടു മിൽട്ടൺ ഫ്രൈഡ്മാൻ, കോർപ്പറേറ്റ് ഗവേണൻസ് ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഡിസയേഴ്സ് while conforming to the basic rules of the society embodied in law and local customs. It is simply defined as the governance of any entity. It is about promoting corporate fairness, transparency and accountability. അതായത് മിൽട്ടൺ ഫ്രൈഡ്മാൻ എന്നുള്ള വ്യക്തിയുടെ അഭിപ്രായ പ്രകാരം കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ടു കണ്ടക്ട് ദ ബിസിനസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓണേഴ്സ് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഡിസയേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ ഓണേഴ്സിൻ്റെയോ താല്പര്യത്തിനനുസരിച്ച് ബിസിനസ് കണ്ടക്ട് ചെയ്യുകയും വൈൽ കൺഫോമിംഗ് ടു ദ ബേസിക് റൂൾസ് ഓഫ് ദ സൊസൈറ്റി എംബഡീഡ് ഇൻ ലോ ആൻഡ് ലോക്കൽ കസ്റ്റംസ്. അതായത് സൊസൈറ്റിയിലെ നിയമങ്ങൾക്കനുസൃതമായിട്ടും സൊസൈറ്റിക്ക് അനുസൃതമായിട്ടുള്ള ലോ ആൻഡ് ലോക്കൽ കസ്റ്റംസിനനുസരിച്ചും ഷെയർ ഹോൾഡേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ താല്പര്യത്തിനനുസരിച്ചും ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മാനറിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മാനർ ത്രൂ വിച്ച് ദ ഓണേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഡിസയേഴ്സ് വൈൽ കൺഫോമിംഗ്. ഓണേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഡിസയർ അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെ ബേസിക് റൂൾസ് ഓഫ് ദ സൊസൈറ്റിയുടെ ബേസിക് റൂൾസും അതുപോലെ തന്നെ ലോക്കൽ കസ്റ്റംസും അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥാപനത്തിൻ്റെ കണ്ടക്റ്റിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി ഡിഫൈൻഡ് ആസ് ദ ഗവേണൻസ് ഓഫ് എൻ എൻറ്റിറ്റി. ഒരു എൻറ്റിറ്റിയുടെ ഗവേണൻസ് അല്ലെങ്കിൽ മാനർ ഓഫ് ഡയറക്റ്റിങ്ങിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് പ്രൊമോട്ടിംഗ് കോർപ്പറേറ്റ് ഫെയർനെസ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ സുതാര്യത ഉറപ്പുവരുത്തുക, ട്രാൻസ്പെറൻസീസ് അല്ലെങ്കിൽ സുതാര്യത ഉറപ്പുവരുത്തുക, കൃത്യത, ഫെയർനെസ് പറഞ്ഞാൽ കൃത്യത, ആൻഡ് അക്കൗണ്ടബിലിറ്റി, സൊസൈറ്റിയോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ കണക്ക് പറയൽ. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ കണക്ക് പറയൽ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്ന കാരണം സൊസൈറ്റിയോട് അവർക്ക് നിർബന്ധമായിട്ടും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. അതോടൊപ്പം തന്നെ സൊസൈറ്റിയിലെ പോലെ തന്നെയാണ് അതിൻ്റെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനോടും കമ്പനിയുടെ ഓരോ ഷെയർ ഹോൾഡേഴ്സിനോടുള്ള അവരുടെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ കണക്ക് പറയൽ. ഷെയർ ഹോൾഡേഴ്സാണ് അവരുടെ റിയൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. ആ റിയൽ ഓണേഴ്സിനോടുള്ള അവരുടെ അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും ഫെയർനെസ്സിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിനെ അല്ലെങ്കിൽ സിസ്റ്റത്തിനെയാണ് എന്ത് പറയുന്നത്? അതിനെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ആശയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഫെയർനെസ്, കോർപ്പറേറ്റിൻ്റെ കൃത്യതയും അതുപോലെ തന്നെ സുതാര്യതയും അതുപോലെ തന്നെ അക്കൗണ്ടബിലിറ്റിയും ഉറപ്പുവരുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും അനുസരിച്ചിട്ടും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഓരോ മെമ്പർമാർക്കും അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഫലവത്താകുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു നിയമാവലിയോടുകൂടിയും ആക്ഷൻസും പവേഴ്സും അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുകയാണ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ലക്ഷ്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ കാണുക. കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ള ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. എന്താണ് ആ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ടെക്സ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് വാങ്ങിക്കുക. അതുപോലെ തന്നെ വീഡിയോ കൃത്യമായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ വീഡിയോ എല്ലാവരും കാണുക. താങ്ക് യു.